ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നല്ല സുപ്പാറ സെന്റ് ജോർജ് ചർച്ച് ഈ വർഷം നമ്മുടെ ദേവാലയം സ്ഥാപിതമായതിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 25 വർഷക്കാലം ദൈവം നമ്മുടെ മേൽ ഭക്ഷിച്ച നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനുള്ള ഒരവസരമായിരിക്കട്ടെ ഈ സിൽവർ ജൂബിലി ആഘോഷം. ഈ ദേവാലയം പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും കാരുണ്യത്തിന്റെയും ഒരു പ്രകാശഗോപുരമായിട്ട് എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇടവകയുടെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന സെന്റ് ജോർജ് ഇടവകയിലെ വികാരിയച്ഛനും എല്ലാ ഇടവകങ്ങൾക്കും ജൂബിലിയുടെ മംഗളങ്ങൾ ഹൃദയങ്ങളോട് ആശംസിക്കുന്നു. നിങ്ങൾ ഇത്രയും നാളും അനുഗ്രഹിച്ച് കാത്തു പരിപാലിച്ച സർവശക്തനായ ദൈവം ഇനിയും നിങ്ങളെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയത്തിലൂടെ നിരവധി കുടുംബങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കുവാനും നിരവധി മക്കളെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരാനും നമുക്ക് സാധിച്ചതിനെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. തുടർന്ന് സജീവമായി പ്രവർത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് പേരുടെ നന്മയുടെയും പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് നമ്മുടെ ഇടവക. എല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. സ്നേഹത്തിലും കൂട്ടായ്മയിലും ആഴപ്പെട്ട് കൂടുതൽ നന്മ ചെയ്ത് ദൈവത്തോട് ചേർന്ന് നിന്ന് സ്വർഗോന്മുഖമായി മുന്നേറുവാനുള്ള അവസരമാകട്ടെ ഈ ജൂബിലി വർഷം. തുടർന്നുള്ള യാത്രയിൽ അനേകർക്ക് വിശ്വാസ വെളിച്ചം പകർന്നു നൽകുവാൻ ഇടവകയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നാളിതുവരെ നിങ്ങളെ കാത്തുപരിപാലിച്ച നല്ല ദൈവത്തിന് നിങ്ങളോടൊപ്പം ഞാൻ നന്ദി പറയുന്നു. തുടർന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ ഇടങ്ങളായി നിങ്ങളുടെ ഇടവകയും ഭവനങ്ങളും വ്യക്തിജീവിതങ്ങളും തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നല്ല സോപ്പാറയിൽ പുതിയ കുർബാന സെന്റർ തുടങ്ങണമെന്ന് അവിടുത്തെ മലയാളി കത്തോലിക്കരുടെ ആഗ്രഹമനുസരിച്ച് 1992 അവിടെ സീറോ മലബാർ കുർബാനയുടെ ആരംഭം കുറിച്ചത്. തുടർന്ന് കൂടുതൽ പേർ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ വന്നതോടെ അവിടെ ഒരു ഇടവക വേണമെന്നും ഇടവകയ്ക്ക് ഒരു പള്ളി വേണമെന്നുമുള്ള വിശ്വാസികളുടെ അഭിലാഷം പൂർത്തീകരിക്കപ്പെടുന്നത് 1999 എനിക്ക് ശേഷം വസായി ഇടവകയിൽ വന്ന വികാരിമാരുടെ പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഇന്നത്തെ നല്ല സോപ്പാറ സെന്റ് ജോർജ് ദേവാലയം. ഈ ഇടവക സമൂഹത്തിന് ആരംഭം കുറിക്കുവാൻ സാധിച്ചു എന്നതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷവും അതിലേറെ ചാരിതാർത്ഥ്യവുമുണ്ട്. ജൂബിലി ഓർമ്മകളുടെ സമയമാണ്. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഓർമ്മ, ഒരു ദിവസം ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് വേണ്ടി കാലത്ത് നല്ല സോപ്പാറ പള്ളിയുടെ ഇപ്പോഴുള്ള പള്ളിയുടെ മുൻപിലുള്ള റോട്ടിൽ വന്നിട്ട് ഇവിടെ ആളുകൾ കൂടി നിൽക്കുന്നതായിട്ട് കണ്ടു. ഞാൻ കുർബാന ചെല്ലാറുള്ള ഹാളിലേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു ബോർഡ് കണ്ടു, കരാട്ടെ ക്ലാസ്. അതായത് നമ്മൾ കുർബാന ചെല്ലിയിരുന്ന സ്ഥലത്ത് നമ്മുടെ അനുവാദം കൂടാതെ നമ്മളൊന്നും പറയാതെ ഓണർ കരാട്ടയ്ക്ക് വേണ്ടി ആ ഹാള് വാടകയ്ക്ക് കൊടുത്തു. ഞാനന്ന് ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ചെല്ലി ഞങ്ങൾ റോട്ടിൽ നിന്ന് ചെറിയ പ്രേതം നടത്തി ഞങ്ങൾ തിരിച്ചു പോയി. ഇന്നത്തെ ഞായറാഴ്ച ലത്തിപ്പള്ളിയുടെ ഒരു ചെറിയൊരു ഹാള് നമുക്ക് കിട്ടി. അവിടെ കുർബാനയ്ക്ക് സുവിശേഷത്തിലെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളായിരുന്നു. അപ്പം ഞാനത് വായിച്ചിട്ട് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്ന പ്രയോജനം ഞാൻ ആളോട് പറഞ്ഞു, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ 5 അപ്പവും 3 മീനും മാത്രമുണ്ട്. പക്ഷെ അത് ഈശോയുടെ കയ്യിൽ കൊടുക്കുക, കർത്താവ് അനുഗ്രഹിച്ച് അത് അത്ഭുതമാക്കി മാറ്റും, ബാക്കി വരും. അങ്ങനെ ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി കൊടുക്കാൻ തുടങ്ങി. പുറമെ നിന്ന് വന്ന് താമസിക്കുന്ന അവരുടേതായിട്ട് പ്രാരാബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും അങ്ങനെയുള്ള കുടുംബങ്ങൾ ബാച്ചിലേഴ്സ് അടക്കം വീട്ടിൽ നാട്ടിലേക്ക് പൈസ അയക്കുന്ന ആളുകളായിരുന്നു. പക്ഷെ അവരും അടക്കം ആത്മാർത്ഥമായിട്ട് സഹകരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കർത്താവിൻ്റെ ആശീർവാദം കിട്ടി, അത്ഭുതം നടന്നു. ആദ്യത്തെ പൈസ കഴിഞ്ഞ് ബാക്കി പൈസ ഉണ്ടായിരുന്നു. പ്രിയ സഹോദരരെ, തുടർന്നുള്ള പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ ഇതുപോലെ നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലങ്ങളും ഈശോയുടെ കരങ്ങൾ സമർപ്പിക്കാം. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി സീറോ മലബാർ സഭയുടെ ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി
നമുക്ക് സന്തോഷത്തോടെ കാഴ്ചവെക്കാം. കുറച്ചു കാലങ്ങൾ നിങ്ങളോടൊപ്പമായിരിക്കുവാനും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥിച്ചു വരികയും കാരണമായിട്ടുണ്ട്. ഏറെ നന്ദിയുണ്ട്. ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന തിരുനാൾ ആഘോഷം പങ്കുചേരുമ്പോൾ ഈ തിരുനാൾ ആഘോഷവും ജൂബിലി ആഘോഷവും ഇടവകയുടെ ആത്മീയ ഭൗതിക വളർച്ചയ്ക്ക് കാരണമായി തീർച്ചയായും പ്രാർത്ഥിക്കുന്നു. രജത ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന നലസുപ്പാറ സെന്റ് ജോർജ് ദേവാലയത്തിലെ എല്ലാ ഇടവകാംഗങ്ങൾക്കും ബഹുമാനപ്പെട്ട വികാരിയച്ഛനും സിസ്റ്റേഴ്സിനും ജൂബിലിയുടെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തില് ബലിപീഠത്തിൽ നിന്ന് ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു നീർച്ചാലിനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഒഴുകുന്ന ആ ജലം എല്ലാവർക്കും അത് വലിയ അനുഗ്രഹത്തിന് കാരണമായിട്ട് തീർന്നു. അതുപോലെ നമ്മുടെ ഇടവകയിലെ ഈ ദേവാലയത്തിൽ വരുന്ന പ്രാർത്ഥനകൾ അതാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ പ്രത്യേകമായിട്ട് അനുഗ്രഹപ്രദമാക്കുന്നതെന്ന് നമുക്കറിയാം. ജൂബിലി വർഷത്തിൽ നമ്മുടെ ഇടവകയോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും വിശ്വാസത്തിൽ വളരുവാനും ഉള്ളവർക്ക് കൂടുതൽ കൃപയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവക ഒരു കൂട്ടായ്മയായി വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് കൈകോർത്ത് ഓരോ കാര്യങ്ങളും ചെയ്യപ്പോഴും, ഒരുമിച്ച് ഭക്ഷിച്ചപ്പോഴും, ഒരുമിച്ച് സൗഹൃദം പങ്കിട്ടപ്പോഴുമെല്ലാം നമ്മൾ ക്രിസ്തുവിനെയാണ് ഘോഷിച്ചത്. കഴിഞ്ഞ 25 വർഷം ദൈവം ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഒത്തിരി കൃപകള്, അനുഗ്രഹങ്ങള്, നന്മകള് ചുറ്റുപാടുമുള്ളവർക്കും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുവാനിടയായി. ഈ അനുഗ്രഹത്തിന് കർത്താവ് നന്ദി പറയുന്ന അവസരമാണ് ഈ ജൂബിലി അവസരം. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ദേവാലയം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുവാൻ, ദൈവസ്നേഹം പകരുന്ന ഇടമായി മാറുവാനായിട്ട്, ദൈവത്തെ കണ്ടെത്തുന്ന ഇടമായി മാറുവാനായിട്ട് ഈ ദേവാലയത്തിന് സാധിക്കണം. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ശക്തമായ മാധ്യസ്ഥത്തിലൂടെ ദൈവം നമ്മെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്നും ഈശോയ്ക്ക് ധീര സാക്ഷ്യം വഹിക്കുവാൻ നമുക്ക് കൃപ ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ ഇനിയും കൂടുതൽ സ്നേഹത്തിലും ഐക്യത്തിലും കൂട്ടായ്മയിലും വളർന്ന ഒരു ഹൃദയവും ഒരു ആത്മാവുമായി ജീവിക്കുന്ന സമൂഹമായി തീരുവാൻ ദൈവം ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദേവാലയത്തിലെ വിശ്വാസ സമൂഹത്തിനും ബഹുമാനപ്പെട്ട വികാരിയച്ഛനും ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. സിൽവർ ജൂബിലിയുടെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. രജത ജൂബിലി മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ നേർന്നു. എല്ലാവർക്കും ജൂബിലി വർഷത്തിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടു ഫാദർ ബിബിൾ ആൻഡ് ടു ഓൾ ദി പാരിഷണേഴ്സ്. ഇടവകയെ നയിക്കുന്ന ബിബിലച്ചനും എല്ലാ ഇടവകാംഗങ്ങൾക്കും രജത ജൂബിലിയുടെ ആശംസകൾ നേരുന്നു. രജത ജൂബിലി ആഘോഷിക്കുന്ന നല്ല സുപ്പാറ സെന്റ് ജോർജ് ഇടവകാംഗങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. രജത ജൂബിലിയുടെ ആശംസകൾ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ഈ ജൂബിലിയുടെ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഈ അവസരത്തിൽ ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും നേരുന്നു. എല്ലാവർക്കും രജത ജൂബിലി മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. May God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless us all. യേശു മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ശരി.